ബ്യൂട്ടിഫുൾ. ഇത് ഏതായി കാറ്? ഇപ്പൊ വാങ്ങിയതാ. 32 lakhs. എങ്ങനെയുണ്ട്? എന്റെ ദൈവമേ, നേരം വിളിക്കുന്നതിന് മുന്നേ 32 ലക്ഷം രൂപ ചെലവാക്കിയോ? ഈ പോക്കുവായി ഞാൻ പുലിവാലി പിടിക്കോ? നിന്റെ കൂടെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. നീ വണ്ടി കയറി. അതെ, ആ ചാവി ഞാൻ ഓടിക്കാം. നോ, അത് ശരിയാവില്ല. നീ ഇപ്പോ നോർമൽ അല്ല. നോർമൽ അല്ലാത്ത നീ വണ്ടി ഓടിക്കുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിനകത്തിരിക്കും? നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഡോക്ടർ റസിയുടെ ഹോസ്പിറ്റലിലേക്ക്. അവരല്ലേ നമ്മുടെ ഫാമിലി മെന്റൽ ഡോക്ടർ. ജയ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിനക്ക് അവളെ കല്യാണം കഴിച്ചൂടെ? ആരെ? ആ റസിയെ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്താ ശരിയല്ലേ? പിന്നെ കറക്റ്റാ. മതം ഒന്നും നോക്കണ്ട. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആണോ? എന്നാ ഞാൻ നാളെ തന്നെ പൊന്നാനി പോയി ഒരു തൊപ്പിയും വെച്ചിങ്ങോട്ട് വരാം. എത്രയും പെട്ടെന്ന് വേണം. ഒരു കല്യാണം കഴിച്ചാ നിന്റെ എല്ലാ മാനസിക പ്രശ്നങ്ങളും തീരും. എന്റെ കാര്യം തന്നെ നോക്ക്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാ. രാധികയെ കെട്ടിയപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി ആരെങ്കിലും ജാമ്യത്തിൽ ഇറക്കാറുണ്ടോ? ദൈവമേ, ഈ പ്രാന്തനാണോ വണ്ടി ഓടിക്കാൻ പോണത്? ആ, വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട് ഡോക്ടർ. ഒരു മാനസിക രോഗിയല്ല മറ്റാരും മണിയറയിൽ കട്ടിനടിയിൽ വന്ന് കിടക്കില്ല. ഇവൻ തന്നെ വന്ന് കിടന്നിരിക്കുന്നത്. ഞാനും രാധികയൊക്കെ ആയതുകൊണ്ട് ക്ഷമിച്ചു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കാലല്ലേ അടിക്കായിരുന്നില്ലേ ഇട്ടൻഡിയുടെ? ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ജയേഷ്ണ. ഇല്ല. എങ്കിൽ നല്ല കുട്ടിയായിട്ട് പുറത്തു പോയിരിക്കൂ. എനിക്ക് ഹരിനാരായണനുമായിട്ട് കുറച്ച് സ്വകാര്യം പറയാനുണ്ട്. എന്താ ഡോക്ടർ? ഞാനൊരു കാര്യം ചോദിച്ചാ ഹരി സത്യം പറയൂ. ഞാൻ എന്തിനാ ഡോക്ടറോട് കള്ളം പറയുന്നത്? ഒരു പെൺകുട്ടിക്ക് ഹരിനാരായണ വലിയ ഇഷ്ടാ. ഇപ്പോ ഹരിയില്ലാതെ ജീവിക്കാനാവില്ലെന്ന അവസ്ഥയിലാണ് കക്ഷി. ആ കക്ഷി നിങ്ങളാണോ? അതെ. വേണ്ട, എന്നെ ആരും സ്നേഹിക്കണ്ട. ഒരാളുടെ മനസ്സിൽ ഒരാൾക്കേ സ്ഥാനമുള്ളൂ. എന്റെ മനസ്സിൽ രാധികയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അവള് മാത്രം മതി എനിക്ക്. അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വരാൻ ശ്രമിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. അയ്യേ, ഞാൻ ഹരിനാരായണ ഒന്ന് അളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ രാധിയെ കൊല്ലാൻ വരെ ശ്രമിക്കും നീ. ഇല്ല ഹരിനാരായണ, സത്യമായിട്ടും ഇല്ല. ദാ ഇത് കണ്ടോ, എന്റെ കല്യാണമാണ്. ഹരി വരണം, ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. നീ വന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ നിന്റെ പ്രശ്നമൊന്നും. നിന്റെ പ്രശ്നം ഇതല്ലേ? ഇതിലെന്താ പ്രശ്നം? നീ സ്നേഹിക്കുന്ന പെണ്ണിനെ വേറൊരുത്തൻ കെട്ടാൻ പോകുന്നു. അതാണ് എന്റെ പ്രശ്നം. അത് മനസ്സിലാക്കാനായിട്ട് പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ശരിയല്ലേ? ആ, കറക്റ്റാ. പക്ഷേ റസിയയ്ക്ക് ഷാജഹാനെയാണ് ഇഷ്ടമെങ്കിൽ അവരല്ലേ ഒരുമിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നതിനിടെ കയറി പ്രാന്ത് കാണിക്കുന്നത് ശരിയാണോ ഹരിനാരായണ? അത് ആണുങ്ങൾക്ക് ചേർന്ന് തന്നോ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിട്ടുകൊടുക്കുന്നവനല്ല, അവൾക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നവനാണ് പുരുഷൻ. സ്നേഹിക്കുന്ന പെണ്ണിനെ വേറെടുത്ത് നോക്കിയാ നിനക്ക് സഹിക്കോ? എനിക്ക് സഹിക്കില്ല. എന്റെ രാധിക ആരെങ്കിലും നോക്കിയാ അവന്റെ കണ്ണു ഞാൻ ചൂഴ്തെടുക്കും. അതാടാ ഈ നെഞ്ചിനകത്ത സ്നേഹം. കുഴപ്പമാണ് മോനെ, താനിപ്പോ വലിയൊരു പ്രശ്നത്തിന് നടുവില. ഈ സമയത്ത് സംയമനം പാലിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡോക്ടർ നമ്പ്യാരെ കാണണം. കാര്യങ്ങളൊക്കെ അയാളോട് പറയാം. മോളെ ജയകൃഷ്ണന് നീ പറയുന്ന അത്ര കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇല്ല ഉച്ച, എനിക്ക് ഉറപ്പാ ജയേട്ടന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കല്യാണത്തിന്റെ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ. രാധികക്കുഞ്ഞു പറയുന്നതിലൊരു അല്പ കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾക്കാർക്കും വിഷമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ജയകൃഷ്ണന് മാനസികമായി ചെറിയ തകരാറുണ്ട്. ജയകൃഷ്ണൻ ഇപ്പോൾ ഡോക്ടർ റസിയുടെ ട്രീറ്റ്മെന്റിലാണ്. ഇത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. മനസ്സിന്റെ താളം ഒരിക്കൽ തെറ്റിയ പിന്നെ പ്രാർത്ഥിക്കുക. എല്ലാവരും അവന് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക.
എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അവനെ ഇവിടെ നിറക്കിക്കൊണ്ടു പോരെന്ന് ഞാൻ എത്ര വട്ടം കരഞ്ഞു പറഞ്ഞതാ. എന്നിട്ട് നീ കേട്ടോ? ഇനി നീ അനുഭവിച്ചോ? ദേ ഇത് കണ്ടോ? ആ, 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 ആ. അവനെ സ്നേഹിച്ചതിന് അവനെനിക്ക് തന്ന സമ്മാനമാ. ഇതുപോലൊരു വെട്ട് വേറൊരിടത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടാ കെട്ടിങ്ങിപ്പോവും. അതേതാ സ്ഥലം? വാ കാണിച്ചു തരാം. കണ്ടിരിക്കേണ്ട സ്ഥലമാ. അല്ല, വാ. ഇതിനകത്തേക്ക് കൊണ്ടോണേ. എന്തത്? അയ്യേ, വൃത്തികെട്ടവൻ. എന്താടാ? ആളവന്താൻ. ആ ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. എടോ രവീന്ദ്ര, താൻ എന്തൊക്കെ കാണിക്കുന്നേ? ഉണ്ടാ, താനൊന്നും ഉണ്ടായിരിക്കടൂ. ഇവനെ ഒന്നും ഇതൊന്നും കാണിച്ചാ പോരാ. എന്റെ പൊന്ന് രവീന്ദ്രേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലടാ, അതിബുദ്ധിയാ. സമാധാനമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന എന്റെ അനിയനെ പുറത്തു കൊണ്ടുപോയി നീ മുഴുഭ്രാന്തനാക്കിയില്ലേ? ഇനിയിപ്പോ അവന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ട് തള്ളണമല്ലേ? നടക്കേലടാ, നടക്കേല. അയ്യോ, ദേ അവന്റെ പണം മുഴുവൻ അവന് ഇഷ്ടമുള്ള പോലെ അവൻ തന്നെ ചെലവാക്കുന്നത്. അതിൽ നിന്നൊരു നയാ പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജയകൃഷ്ണ. അവൻ നോർമൽ അല്ലെന്ന് തെളിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ലക്ഷങ്ങൾക്ക് താൻ തന്നെ സമാധാനം പറയേണ്ടി വരും. നീ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിലെടുത്ത് നാണം കെടുത്തിയില്ലേ? കോടതി വീട്ടിലെ വക്കീലന്മാരെല്ലാം കൂടി നാടകമാടി എന്നെ നാറിയാക്കിയില്ലേടാ. ഇത് നിന്റെ പെമ്പർനോത്തി അടക്കം കോടതി വീട്ടിലെ എല്ലാ എണ്ണത്തിനെയും പ്രതിക്കൂട്ടി കയറ്റി നിർത്തി തോലി ഉരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാടോ വക്കീലേ. ആ ഡോക്ടറും കൂടെ എന്നെ കൈയൊഴിയരുത്. എന്നെ രക്ഷിക്കണം. ഇനി ജയകൃഷ്ണനെ രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കൂ. അവൻ ചിന്തകനും എഴുത്തുകാരനും മണ്ണാങ്കട്ടയും ഒക്കെ ആയിരിക്കും. പക്ഷേ മനസ്സിന്റെ താളം ഒരല്പം പിഴച്ചാൽ പിശാചിനേക്കാൾ ക്രൂരനാവും അവൻ. ദാ നോക്ക്, അവൻ വീഴ്ത്തിയ ചോരയുടെയും കാട്ടിക്കുട്ടി അക്രമങ്ങളുടെയും കണക്കും ചരിത്രമാണിത്. ഇനി ഇതൊക്കെ അരങ്ങേറാൻ പോകുന്നത് അവിടെയാണ്, തന്റെ കോടതി വീട്ടില്. സാർ, അവനെ തിരികെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല ജയകൃഷ്ണ. അവന് ഭ്രാന്തില്ലെന്ന് വിധിച്ചിരിക്കുന്നത് കോടതിയാ. ഇനി കോടതിയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോ മെഡിസിൻ കൊടുത്ത് അബ്നോർമൽ സ്റ്റേജിലാക്കിയിട്ടാണെങ്കിൽ അതേ ഉള്ളു ഇനി ഒരു മാർഗം. പക്ഷെ അതിനൊക്കെ ശ്രമിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവനെതിരെ കരുക്കൾ നീക്കുമ്പോ തനിക്ക് എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ഒരുപാട് പേരുടെ ജീവൻ ബലി കൊടുക്കേണ്ടതായിട്ട് വരും. അവനെനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട് പറയാ. നീ ഇതെന്താ ഉണ്ടാക്കുന്നത്? ബോംബ്. അതിന് നിനക്കിതൊക്കെ ഉണ്ടാക്കാറിയോ? ഈ കോടതി വീട് മുഴുവൻ തീർക്കാൻ ദാ, ഇവൻ ഒരെണ്ണം മതി. അപ്പോ ഈ വീട് തകർക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലട വട്ട. ഡോക്ടർ റസിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഷാജഹാനിലെ അവനൊരു വലിയ ബംഗ്ലാവ് പണിതിട്ടുണ്ട്. അതിന്ന് രാത്രി ഒരു പിടിച്ചാരോയിട്ട് മാറും. എന്തിന്? അവനെ ഞാൻ ചെന്ന് കണ്ടിരുന്നു. റസിയയുമായിട്ടുള്ള അവന്റെ വിവാഹം നടക്കരുതെന്ന് പറയാൻ. റസിയ നിന്റെ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു. അവനത് വിശ്വസിച്ചില്ല. എന്നോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ആ പണിയാ ഈ പണി. ഈ പണി അവനിട്ട് കൊടുത്താ നാളെ രാവിലെ അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഞാനാണ് ആ കെട്ടണം തീർത്തെന്ന് അറിയുമ്പോ പിന്നെ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. നിന്റെ റസിയെ നിനക്ക് തന്നെ കിട്ടും ജയകൃഷ്ണ. കിട്ടും. പക്ഷെ കിട്ടാൻ പോകുന്ന എനിക്കല്ല, രാധിക. നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിനൊക്കെ സമാധാനം പറയേണ്ടി വരുന്നത് രാധിക. അവളുടെ ജാമ്യത്തിലാണ് നീ ഇപ്പൊ കഴിയുന്നുള്ള കാര്യം നീ മറക്കരുത്. ശരിയാ, ശരിയാ. ഓ